ആദ്യം ആശാ ലോറൻസിലേക്ക് പോവുകയാണ്. ആശാ ലോറൻസ് ടെലിഫോൺ ലൈനിലാണ് നമ്മളുമായി സംവദിക്കുന്നത്. ശ്രീമതി ആശ, ലോറൻസ് അദ്ദേഹത്തിൻ്റെ ആരോടെങ്കിലും, പ്രിയപ്പെട്ട ആരോടെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും രേഖകൾ മുഖേന തൻ്റെ അന്ത്യയാത്രയയപ്പ് എങ്ങനെയായിരിക്കണം എന്ന് വിശദീകരിക്കുന്നുണ്ടോ എവിടെയെങ്കിലും? എൻ്റെ അറിവിലില്ല, ഇതുവരെ ഇല്ല. അപ്പച്ചനൊരു ഇന്റർവ്യൂല് ഒന്നും പറഞ്ഞിട്ടില്ല. 3 വർഷം മുന്നേ ജനം ടിവിയിൽ അനിൽ നമ്പ്യാർ കൊച്ചിയിൽ വെച്ച് അപ്പന്റെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളും സംസാരിച്ചപ്പോഴും അദ്ദേഹത്തിനോട് ചോദിക്കുകയോ അദ്ദേഹം പറയുകയോ ചെയ്തിട്ടില്ല. ജോണി ലൂക്കോസിനോട് മനോരമയിലെ സഫാരി ചാനലിലെ ജോർജ് കുളങ്ങരയുടെ അദ്ദേഹത്തിന് പല ഇന്റർവ്യൂ അപ്പന്റെ ഉണ്ടല്ലോ. എവിടെയും അപ്പൻ ഇന്റർവ്യൂലൊന്നും ഇത്രയും ശക്തനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അത് മരണാന്തര ചടങ്ങുകളെ പറ്റിയോ അത് എങ്ങനെയായിരിക്കണം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൻ അവസാന കാലത്തിലൊക്കെ പരിചരണമൊക്കെ സ്വന്തം കുടുംബത്തിൽ നിന്ന് ഈ ആൺമക്കളുടെയും മരുമക്കളുടെയും പരിചരണം കിട്ടാണ്ട് വളരെയധികം വിഷമ അവസ്ഥയിലായിരുന്നു. കൃത്യമായിട്ട് ഭക്ഷണം പോലും കിട്ടാണ്ട്. അപ്പന്റെ അഭിമാനം അത് പുറത്ത് പറയാൻ സമ്മതിച്ചില്ല. അഭിമാനമാണോ ദുരഭിമാനമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ നിരന്തരമായിട്ട് ഇത് പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരായ എ വിജയരാഘവനോടും കെ രാധാകൃഷ്ണനോടും എം വി ജയരാജനോടും കൊച്ചിയിലുള്ള അപ്പന്റെ എല്ലാ കാര്യവും ഞങ്ങളുടെ കുടുംബത്തിലെ ടു സെറ്റ് പൾസ് അറിയുന്ന കെ ജെ ജേക്കബ് അങ്കിൾ എന്നാണ് ഞാൻ വിളിക്കുന്നത്. ജേക്കബ് അങ്കിളിനോട് നിരന്തരമായിട്ട് പറഞ്ഞിരുന്നു അപ്പൻ സേഫ് അല്ല, കുടുംബത്ത് ആൺമക്കൾ നോക്കുന്നില്ല. ഞാൻ ആ സമയത്ത് ഡൽഹിയിലായിരുന്നു. എല്ലാരും പറയുന്നത് ഞാനും അപ്പനും തമ്മിലുള്ള വഴക്കാണ് ഹൈലൈറ്റ് ചെയ്ത് പറയണത്. അതുകൊണ്ട് മുൻകൂട്ടി പറയണു, അപ്പനും ഞാനും തമ്മിൽ വഴക്കും അകൽച്ചയൊക്കെ ഉണ്ട്. അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കാര്യമാണ്. ആ വഴക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കരുതല്. അപ്പൻ എന്നെ പറ്റിയും അന്വേഷിച്ചിരുന്നു, ഞാൻ അപ്പനെ പറ്റിയും അന്വേഷിച്ചിരുന്നു. അപ്പന്റെ സേഫ്റ്റിയാണ് ഞാൻ പാർട്ടി നേതാക്കന്മാരോട് എപ്പോഴും ആവശ്യപ്പെട്ടിരുന്നത്. അപ്പന്റെ സേഫ്റ്റി പാർട്ടി ഇടപെട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ ജനങ്ങളെ അറിയിക്കുമെന്നും പറഞ്ഞിരുന്നു. അത് ഒരു 2014 എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഇനി അപ്പനാണ് അടുത്തതെന്ന് ഞാൻ അന്ന് തൊട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പനും അമ്മയും കാര്യം തിരക്കണം എന്ന്. ഇപ്പോഴത്തെ ഓരോ കുടുംബത്തിലുള്ളത് പോലെ മരുമക്കളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അൺവാണ്ടഡ് എലിമെന്റ്സ് ആയിട്ട് മാറുന്നുണ്ടായിരുന്നു അമ്മയും അപ്പനൊക്കെ. അപ്പോൾ വഴക്കൊക്കെ നാച്ചുറലി ഒരു ഭാഗത്തൂടി അങ്ങ് പോകും. പക്ഷെ പ്രായമായിക്കൊണ്ടിരിക്കുന്ന പാരന്റ്സിന്റെ സേഫ്റ്റിയുടെ പ്രശ്നം ഞാൻ ഇവരെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് പറഞ്ഞിരുന്നു. പിന്നെ ഈ കാര്യം ഇപ്പോഴും അപ്പം മരിച്ചു കിടക്കുവാണ്. ഇപ്പോഴും എന്നെ വന്ന് അപ്പന്റെ പോസ്റ്റില് അപ്പന്റെ FB കൈകാര്യം ചെയ്തിരുന്നത് ഏതോ ഒരു ബന്ധു, ഒരു അരുൺ ആന്റണി എന്ന് പറഞ്ഞ ഒരുത്തനായിരുന്നു. അവനും പാർട്ടി മെമ്പറാണ്. അയാളാണ് കൈകാര്യം ചെയ്തിരുന്നത്. അപ്പന് അയാളുടെ വീട്ടില് അയാൾ വീട് വെക്കുമ്പം അപ്പനൊരു മുറി കൊടുക്കും, അപ്പനെ അവസാനം വരെ നോക്കൂന്നും പറഞ്ഞ് കൊണ്ട് നടന്ന് ഹൈജാക്ക് ചെയ്ത് പല നേട്ടങ്ങളും അവൻ നേടിയെടുത്തു. അതിന് ശേഷം അപ്പനെ കൊണ്ടുപോവുകയും ചെയ്തു. കൊണ്ടുപോയി അരുൺ എന്ന് പറയുമ്പോൾ എനിക്കൊന്നും അയാളെ അറിയാനും കൂടി പാടില്ല, ഏത് ബന്ധു എന്ന് പോലും അറിയില്ല. അങ്ങനെയുള്ള ഒരുത്തന്റെ വീട്ടിലോട്ട് അപ്പം പോയപ്പോ ഇന്ന് ഇതിന് സമ്മതം കൊടുത്തു എന്ന് പറയണ മൂത്ത മകന്റെ ക്ലാസ്മേറ്റ്, ലോ കോളേജിലെ ക്ലാസ്മേറ്റ് അഡ്വക്കേറ്റ് രഘുവിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അപ്പന് 2 മക്കളുണ്ട്, മകള് ദുബായിലുണ്ട്, ഞാൻ ഡൽഹിയിലാണ്. അപ്പനെ നോക്കേണ്ടത് വല്ല ഏറ്റവും അകന്ന ബന്ധുക്കളോ ഓൾഡ് ഏജ് ഹോമിലല്ല. ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് ഈ മൂത്ത മകനോട് പറയാമെന്നും പറഞ്ഞു. അതിനുശേഷം ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴാണ് എന്നെ പലരും വിളിച്ചിട്ട് പറയുന്നത് ട്രിപ്പിൾ ലോക്ക്ഡൌണിന്റെ സമയത്ത് അപ്പൻ ഈ അരുൺ ആന്റണി എന്ന് പറഞ്ഞവൻ ഒഴിവാക്കി, അപ്പന് യൂറിൻ കൺട്രോൾ ഇല്ലാണ്ടായി, അപ്പനെ ഒഴിവാക്കി, അപ്പൻ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെന്ന്. ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആണെന്ന് കേരളത്തില് കോവിഡിന്റെ. പാതിരാത്രി ഞാനും എൻ്റെ മകനും കൂടി ഈ കെ രാധാകൃഷ്ണൻ അന്ന് മന്ത്രിയാകാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവാണ്. അദ്ദേഹത്തിനെയും വിജയരാഘവനെയും വിളിച്ച് രാത്രി പറഞ്ഞിട്ടാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെളുപ്പാങ്കാലത്ത് എറണാകുളത്തെത്തി അപ്പനെ കാണുന്നത്. ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റല്. അപ്പനെ അന്ന് ബെഡ്രിഡനായി പോയ അപ്പനാണ് ഇന്നലെ ജീവൻ പോയത്. 3 വർഷമായിട്ട് അപ്പൻ കിടക്കുമായിരുന്നു. അന്ന് ഞങ്ങൾ നോക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഫിനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത ഒരാളാണ്. പക്ഷെ ഏറ്റെടുക്കാൻ തയ്യാറായപ്പോൾ അപ്പന് ഞങ്ങളുടെ കൂടെ വരണമെന്നുണ്ടായിരുന്നു. ഞാൻ അന്ന് തിരുവനന്തപുരത്തായിരുന്നു. അപ്പൊ ആലോചിച്ചിട്ട് പറഞ്ഞു അത് ശരിയാവില്ലെന്ന്, വരണമെന്നും വരാണ്ടെന്നും അപ്പന് 2 മനസ്സുണ്ടായിരുന്നു. സത്യസന്ധമായിട്ടാണ് പറയണത്, ഞങ്ങളുടെ കൂടെ വരണം എന്നുണ്ടായിരുന്നു, വരണ്ടാന്നും ഉണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു ശരിയാവില്ല എന്ന് എൻ്റെ മോനോട് പറഞ്ഞു. അപ്പൊ തിരുവനന്തപുരത്തേക്ക് വരാൻ
നല്ല മടിയായിരിക്കും എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു, എന്റെ മോൻ പറഞ്ഞു ഞങ്ങള് കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാന്ന്. അപ്പൊ പറഞ്ഞു നിനക്ക് ഡൽഹിയിൽ പോയി പഠിക്കണ്ടേ, അവന്റെ ഒരു ആഗ്രഹവും എയിമും ആയിരുന്നു പുറത്ത് പോയി പഠിക്കാന്നുള്ള, ഡൽഹിയിൽ LLBക്ക്, അത് നീ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ പറഞ്ഞു എവിടെയെങ്കിലും പഠിച്ചാൽ പോരെ, ഞാൻ കൊച്ചിയിലാണെങ്കിലും പഠിച്ചോളാം, ഞങ്ങൾ മാറാൻ തയ്യാറാന്ന് പറഞ്ഞു. വേണ്ട നീ പോയി പഠിക്കുന്നു പറഞ്ഞു. അന്ന് ഈ എറണാകുളം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ഞങ്ങൾ ചെന്നു, ഏറ്റെടുക്കാൻ തയ്യാറാണ്, അപ്പനൊരു പാതി മനസ്സുണ്ടെന്ന് അറിഞ്ഞപ്പോ ഓടി വന്നു ജില്ലാ സെക്രട്ടറി CN മോഹനൻ. അത് ഈ അപ്പന്റെ മൂത്ത മകൻ സജീവൻ എന്ന് പറയുന്ന സഖാവാണ്, മൂത്ത മകൻ മെമ്പറാണ്, പാർട്ടിയുടെ മെമ്പറാണ്, അപ്പൊ സഖാവാണല്ലോ. അയാള് പറഞ്ഞിട്ടാണ് CN മോഹനൻ ഓടി വന്നത്. അപ്പൊ തലേന്ന് രാധാകൃഷ്ണനോടും കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന MV ജയരാജനെ വിളിച്ചും ഞാൻ പറഞ്ഞു അപ്പൻ ഹോസ്പിറ്റലിലാണ്, അപ്പച്ചന്റെ കണ്ടീഷൻ മോശമാണ്, എന്താന്ന് വെച്ചാൽ പാർട്ടി ഏറ്റെടുക്കണം, ഇല്ലെങ്കിൽ ഞാൻ ജനങ്ങളെ അറിയിക്കുന്നു പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഞാൻ CN മോഹനെ അറിയിച്ചിട്ടുണ്ട്, അവിടെ പാർട്ടിക്കാരെത്തുന്നു. വിജയരാഘവനും രാധാകൃഷ്ണനും പറഞ്ഞു അവിടെ CN മോഹൻ എത്തുന്നു. പിറ്റേത് രാവിലെ വെളുപ്പിനെത്തിയ ഞങ്ങള് അപ്പനെ കാണുന്നത് 10 മണി കഴിഞ്ഞിട്ടാണ്. ഒരു 11:30 ആയപ്പോ ഇയാൾ ഓടി വന്നിട്ട് അതുവരെ CN മോഹൻ അരമണിക്കൂറിനുള്ളിൽ എത്തുമെന്നാണ് എന്നോട് ഉറപ്പ് പറഞ്ഞത് ജയരാജനും വിജയരാഘവനും രാധാകൃഷ്ണനും. പക്ഷെ ഞങ്ങൾ ചെന്നതിന് ശേഷം എന്നെയും മകനെയും ഭീഷണിപ്പെടുത്താനാണ് ഈ CN മോഹൻ ഓടി വന്നത്. എന്നിട്ട് ഡോക്ടേഴ്സിന്റെയും എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് അയാൾ എന്നെ ഇൻസൾട്ട് ചെയ്തു. ഇവിടെ പെൺമക്കൾ വേണ്ട, പാർട്ടിയും ആൺമക്കളും ഉണ്ടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു ആൺമക്കൾ എവിടെയായിരുന്നു ഇത്ര നാള്, ആൺമക്കൾ നോക്കാഞ്ഞിട്ടാണല്ലോ അപ്പം വല്ലവരുടെ വീട്ടിൽ പോയി നിൽക്കേണ്ടി വന്നതെന്ന്. അപ്പൊ ഒന്നും അയാൾ പറഞ്ഞില്ല. പിന്നെയും എന്റെ നേരെ അയാൾ വന്നു, കൈയൊക്കെ നീട്ടിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിയാണ് അയാൾ വന്നത്. അയാളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സജീവൻ ഇപ്പോ ഇതിന് നിന്ന് കൊടുത്തിരിക്കുന്നത്. സജീവൻ പാർട്ടി മെമ്പറാണ്, അയാൾ പാർട്ടി പരിപാടിക്കും പാർട്ടി മീറ്റിംഗിലും പങ്കെടുക്കുന്ന സഖാവാണ്, പാർട്ടി നോമിനിയായിട്ട് ഹൈക്കോടതിയിൽ ഗവൺമെന്റ് സീനിയർ പ്ലീഡറാണ്. അയാൾക്ക് ആ സ്ഥാനം നിലനിർത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഈ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം അപ്പനന്റെ ദേഹം പട്ടിക്കും പൂച്ചയ്ക്കും തിന്നാനായിട്ട് വിട്ടുകൊടുക്കാൻ പോകുന്നത്. അതായത് ആശ പറയുന്നത് ഇതിൽ കുടുംബത്തിന്റെ പൂർണ്ണ സമ്മതമില്ല, ആശ തന്നെ എതിർക്കുന്നുണ്ട്. അതുമാത്രമല്ല MM ലോറൻസിന്റെ അവസാന കാലത്ത് പരിചരിച്ചത് പാർട്ടി അംഗത്വമുള്ളവരാണ്, അതിന്റെ ഒരു പിൻബലത്തിലാണ് ഇവർ ഇപ്പോൾ ഈ ഒരു നീക്കം നടത്തുന്നത്. മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാനുള്ള തീരുമാനം CPM എടുത്തത് ഇത്തരത്തിൽ നിർബന്ധപൂർവമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ആശ പറഞ്ഞു വയ്ക്കുന്നത്. അതെ, ഒരു കാര്യം, അപ്പന് ദുബായിലുണ്ടായിരുന്ന സിസ്റ്റർ അപ്പൻ അവസാനത്തിലേക്ക് പോകണമെന്ന് അറിഞ്ഞിട്ട് അയാള് തിരിച്ചു വന്നു. അയാളുടെ വീട്ടിലേക്ക് അപ്പനെ ഏറ്റെടുത്തു. ഈ മകന്റെ വീട്ടിൽ നിന്ന്, മൂത്ത ബ്രദറിന്റെ വീട്ടിൽ നിന്ന് എന്റെ എൽഡർ സിസ്റ്റർ സുജാത എന്ന പേര്, സുജാത വിളിക്കണം, സുജയുടെ വീട്ടിൽ ചക്കരപ്പറമ്പിലേക്ക് കൊണ്ടുപോയി അവിടെ ജോലിക്കാരെ നിർത്തി നോക്കുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നപ്പോ ഹോസ്പിറ്റലിലെ ഒരു ബൈസ്റ്റാൻഡർ ജോസ് എന്ന് പറഞ്ഞ ആളായിരുന്നു. അയാൾ പാർട്ടി ബന്ധമുള്ള ആളൊന്നും ആയിരുന്നില്ല. അയാൾ പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനൊക്കെ ആയിരുന്നു, പാർട്ടി വിട്ട് വേറെ ബിസിനസ് ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളായിരുന്നു. ബുക്കിന്റെ എന്തൊക്കെയോ അയാളുടെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയി സജീവന്റെ വീട്ടിൽ നിന്ന് വീണ്ടും സുജയുടെ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് സുജ അവിടെ പ്രാർത്ഥനയെല്ലാം നടത്തുന്ന ഒരു വീടാണ്. സുജ കടുത്ത ഈശ്വര വിശ്വാസിയാണ്. അയാളുടെ വീട്ടിലായിരുന്നു അപ്പൻ. അവിടെ വെച്ചും അപ്പന് പ്രാർത്ഥനയൊക്കെയാണ് കൊടുത്തിരുന്നത്. അതായത് MM ലോറൻസ് ജീവിച്ചിരുന്നപ്പോഴും അവസാന സമയത്തുമെല്ലാം ഈശ്വര വിശ്വാസിയായി തന്നെയാണ് തുടർന്നത്. ഈശ്വര വിശ്വാസിയായിരുന്നില്ല. അപ്പച്ചൻ പ്രാർത്ഥനയിലൊന്നും പങ്കെടുത്തില്ലെങ്കിലും അപ്പച്ചൻ പ്രാർത്ഥന നിഷേധിച്ചില്ല. ഞാൻ പറയാത്ത മതപരമായ ചടങ്ങുകളെല്ലാം അദ്ദേഹം അംഗീകരിച്ചിരുന്നു അല്ലെ? കാരണം അദ്ദേഹത്തിന്റെ വിവാഹം, മക്കളുടെ മാമോദീസ, ഇതെല്ലാം അദ്ദേഹം കൃത്യമായി തന്നെ മതാചാര മക്കളുടെ മാമോദീസ അപ്പൻ നടത്തിയിരുന്നില്ല. ഞങ്ങൾക്ക് മുതിർന്നു കഴിഞ്ഞപ്പോഴാണ് നടന്നത്. ഞങ്ങളുടെയൊക്കെ വിവാഹവും ഞങ്ങളുടെ മക്കളുടെ മാമോദീസയും അതെല്ലാം കൃത്യമായിട്ട് നടന്നിരുന്നു. അതിനെല്ലാം അപ്പം വന്നിട്ടുമുണ്ട്. അപ്പൻ ഈശ്വര വിശ്വാസി ആയിരുന്നു എന്ന് ഞാൻ എവിടെയും പറഞ്ഞില്ല. അപ്പച്ചൻ ഈശ്വര വിശ്വാസത്തെ തള്ളി പറഞ്ഞില്ല. അവസാന കാലത്ത് ഈ ആദ്യമായിട്ട് 2021 ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ നോക്കാൻ നിന്ന ജോസ് എന്ന് പറഞ്ഞ ആള് ഡെയിലി നൈറ്റില് സങ്കീർത്തനം 91 അത് വായിച്ചു കൊടുക്കുമായിരുന്നു, കൊന്ത എത്തിച്ചു കൊടുക്കുമായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ക്രിസ്ത്യൻ കുടുംബത്തിലെ കാർന്നോമാർക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്ട് ആണ് കൈമുത്തി ചുംബിക്കുക എന്നുള്ളത്. അതും അങ്ങേര് ചെയ്യുമായിരുന്നു. അത് ചെയ്യുമ്പോൾ അപ്പൻ എതിർത്തിട്ടില്ല. അപ്പം പറഞ്ഞത് നിന്റെ വിശ്വാസം അതാണെങ്കിൽ നടക്കട്ടെ, എനിക്കിതിൽ വലിയ താല്പര്യമില്ലെന്നാ പറഞ്ഞത്. പക്ഷെ അപ്പച്ചൻ കൈതട്ടി മാറ്റാനോ ഇത് ഇവിടെ പറ്റില്ലാന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് അല്ലേ? നാളെ
പാർട്ടി ഓഫീസിൽ പൊതുദർശനം ഉണ്ട്. അതിനുശേഷം 4 മണിയോടുകൂടി മെഡിക്കൽ കോളേജിന് വിട്ടു നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആശ, തുടർ നടപടികൾ എന്തൊക്കെയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? വിട്ടുകൊടുക്കാന്ന് വെച്ചാൽ ഞാൻ നിയമപരമായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഒരാൾക്കെങ്കിലും മക്കളിൽ ഒരാൾക്കെങ്കിലും എതിരുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിന് അത് ഏറ്റെടുക്കാൻ നിർവാഹം ഇല്ലെന്നാ മനസ്സിലാക്കിയത്. കൊച്ചി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളില് ഇപ്പോഴാണ് കുറച്ചു മുമ്പാണ് എനിക്ക് നമ്പറും അദ്ദേഹത്തിന്റെ പേരും കിട്ടിയത്. ഡോക്ടർ പ്രതാപ്, അദ്ദേഹത്തിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഞാൻ പരാതി അയച്ചിട്ടുണ്ട്. ഞാൻ ഇമെയിലും ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ഒഫീഷ്യൽ ഇമെയിൽ ഐഡിയിലോട്ട് അയച്ചിട്ടുണ്ട്. അവരെന്ത് നടപടി എടുക്കുമെന്ന് എനിക്ക് അറിയില്ല. അവരെല്ലാവരും ഗവൺമെന്റിന്റെ ഭാഗമാണ്, ഗവൺമെന്റ് പാർട്ടിയുടെ ഭാഗമാണ്. മൊത്തത്തിൽ അങ്ങനെ വരുമ്പം അവര് അടിമത്തം കാണിക്കുമോ, അവര് നിയമപരമായിട്ടുള്ള മര്യാദ കാണിക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. തുടർ നീക്കം നിയമപരമായി തന്നെ നടത്തുമോ? എന്തോ, ഞാൻ അതാണല്ലോ നിയമം അവർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. ശരി, അപ്പനെ ഈ മൂത്ത മകള് അവരുടേതായ രീതിയിൽ അപ്പന് അന്ത്യകൂദാശ മിനിയാന്ന് കൊടുത്തു എന്ന് എഴുതിയത് ഞാൻ ടി വിയിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ടുമുണ്ട്. അയാളെ എന്തായാലും മെഡിക്കൽ കോളേജിലെ അധികാരിയെയും ഞങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ചർച്ചയുടെ ഇടയ്ക്ക് തന്നെ അദ്ദേഹത്തെയും പ്രതീക്ഷിക്കുന്നുണ്ട്.